ഹായ് എവരിവൺ. നമ്മുടെ കീമിന്റെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ട് കോളേജസ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വെക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ്, അങ്ങനെ കാണും. നിങ്ങൾ ഈ പുറകിൽ കാണുന്നത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്ത് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ഒഫീഷ്യൽ എൻട്രൻസ് കമ്മീഷണറിന്റെ സൈറ്റിൽ നിന്നുള്ള നമ്മുടെ ഡാറ്റയാണ് ഇത് ആക്ച്വലി. അപ്പൊ ഇവിടെ നോക്കൂ, ഓഫീസ് ഓഫ് ദ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ കേരളയിലെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അതായത് നിങ്ങളുടെ ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമ്മുടെ c.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ലാസ്റ്റ് റാങ്കിൽ എത്ര കോളേജ് വരെ കയറി പോകുന്നുള്ളൊരു ഫയൽ ഓരോ വർഷവും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ പുറത്തിറക്കാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിലുള്ള ഒരു ഫയലാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ് ശരിക്കും നിങ്ങൾ പുറകിൽ കാണുന്നത്. അപ്പം ഞാൻ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കുറെ പേർക്കൊക്കെ എന്തൊക്കെയാണ് കോഴ്സുകൾ ചൂസ് ചെയ്യണമെന്നൊരു ധാരണ ഉണ്ടാവാം. കുറെ പേർക്ക് ധാരണ ഉണ്ടാവില്ല. കുറെ പേർക്ക് കോഴ്സ് അറിയാം, കോളേജ് ഏത് കൊടുക്കണം എന്നറിയില്ല. കുറെ പേർക്ക് റാങ്ക് റേഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, ഏത് കോളേജിൽ പോകണം എന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് കോഴ്സുകൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്, ബേസ്ഡ് ഓൺ അവർ നമ്മുടെ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ്സ് കൊടുക്കുമ്പോൾ GNS, അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ലെറ്ററുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. GNS, അവിടെ G എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജസും N എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെന്റ് എയ്ഡഡ്, അത് ഗവൺമെന്റ് എയ്ഡഡ് എന്നല്ല, ഗവൺമെന്റ് കൺട്രോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ്. ഒന്ന് ഗവൺമെന്റ് കോളേജസും ഗവൺമെന്റ് എയ്ഡഡ് കോളേജസും, അതാണ് G കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജ്, ഫോർ എക്സാമ്പിൾ IHRDയുടെ കോളേജ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഗവൺമെന്റ് കൺട്രോൾഡ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ്. പിന്നെ S എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അപ്പം ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 കോളേജസിലും ഫീസ് സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഗവൺമെന്റ് കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള N എഴുതിയിട്ടുള്ള നീല ലെറ്ററിൽ ഇവിടെ N എന്ന് എഴുതിയിട്ടുള്ള ഗവൺമെന്റ് സെൽഫ് ഫിനാൻസ്ഡ് കൺട്രോൾ കോളേജസിലും, അതിനുശേഷം മെറിറ്റ് സീറ്റിൽ ഫീസ് ബാക്കി കൂടുതൽ വരുന്നത് പ്രൈവറ്റ് കോളേജസിലുമാണ്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും അവിടുത്തെ ഫീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അലോട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ റാങ്ക് ഏത് തലത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ആ റാങ്കിനനുസരിച്ച് ഓരോ കോളേജസിന്റെ ഒരു കട്ട് ഓഫ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഡാറ്റ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ ഓരോ കോളേജസിന്റെ എന്നല്ല, ഓരോ കോഴ്സുകളുടെയും കട്ട് ഓഫ്, കാരണം ഇത്രയോ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അപ്പം ഓരോ കോഴ്സുകളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കട്ട് ഓഫ് നമുക്ക് ആ ഓരോ വരുന്ന വീഡിയോയിൽ ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കമന്റ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം അതിനു മുമ്പായിട്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുവെ ബേസിക്കലി എല്ലാവരും ആദ്യമേ ചോദിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ വന്നിരിക്കുന്ന കോഴ്സും നിലവിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്, ബേസ്ഡ് ഓൺ ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഒരു എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ്. ഒന്നെങ്കിൽ ഒരാൾ ചൂസ് ചെയ്യുക ചിലപ്പോൾ എങ്ങനെ പെട്ടെന്ന് ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി കിട്ടാം എന്നുള്ള രീതിയിലും, രണ്ടാമത്തത് അതിൽ അതായത് എനിക്ക് എന്തൊക്കെ സാധ്യതകൾ വഴി റിസർച്ച് പോവാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ രണ്ടും ഉള്ളതും ഉണ്ടാവാം. അത് ആ രണ്ടും ഇതിന്റെ മിക്സർ ആയിട്ടായിരിക്കും ശരിക്കും നിങ്ങളുടെ കോഴ്സസ് ചിലപ്പോൾ ചൂസ് ചെയ്ത് ഉണ്ടാവുക. അപ്പം അവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിയായിരിക്കും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിയായിരിക്കും, പിന്നെയുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ കുറച്ച് ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല ശരിക്കും നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിൽ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില കോളേജസ് മാത്രമേ ഗവൺമെന്റ് സീറ്റുകൾ അലോ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഓരോന്ന് പറയാം, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കമന്റ്. ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തന്നെ കമന്റ് ചെയ്യുക. നമുക്ക് ഓരോ നിങ്ങളുടെ റേഞ്ചും അതേപോലെ ഓരോ കോളേജസിന്റെ കട്ട് ഓഫ്, ഓരോ കോളേജസിന് സെക്കൻഡ് അലോട്ട്മെന്റിലെ കട്ട് ഓഫ്, നിങ്ങൾക്ക് ഏത് കോളേജിൽ സാധ്യതകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അതിനു മുമ്പ് കോഴ്സുകളെ പരിചയപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. സോ ഇവിടെ നോക്കുക, ആർട്ടിഫിഷ്യൽ AI പറയുന്നുണ്ടെങ്കിൽ AI ആൻഡ് ഡാറ്റാ സയൻസ് നോക്കുക. ശരിക്കും AI ആൻഡ് ഡാറ്റാ സയൻസിൽ ഫുൾ സ്റ്റേറ്റ് മെറിറ്റ് കോളേജസ് എന്ന് പറയുന്നത് മൊത്തം സെൽഫ് ഫിനാൻസിംഗ് ആണ്. AI ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗത്തിൽ ശരിക്കും നമ്മുടെ കേരളത്തിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലാണ്. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെന്റ് കോളേജസിലും ഗവൺമെന്റ് കൺട്രോൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലും അതിന്റെ കോഴ്സ് ഇല്ല. അവിടെ തന്നെ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ, ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ഏറ്റവും കുറഞ്ഞ റാങ്കിങ്ങിൽ, ഏറ്റവും കുറഞ്ഞ റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ, ദാറ്റ് മീൻസ്
അവിടെ കൂടുതലും ടോപ്പ് റാങ്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോളേജ് എന്ന് പറയുന്നത് ശരിക്കും രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊച്ചിയാണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊന്ന് AI ആൻഡ് ഡാറ്റ സയൻസ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോഴ്സാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് കോഴ്സ്. നെക്സ്റ്റ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതേപോലെ ഒന്നാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആക്ച്വലി ശരിക്കും 2 ഗവൺമെന്റ് കോളേജസിലുണ്ട്. അതിലൊന്ന് ഗവൺമെന്റ് കോളേജ് ഉണ്ടെങ്കിൽ മാക്സിമം അതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക, ബിക്കോസ് നമുക്കറിയാം ഫീസ് സ്ട്രക്ചർ. കോഴിക്കോടും പിന്നെ CET ട്രിവാൻഡ്രത്തുമാണ് ശരിക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉള്ളത്. പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആക്ച്വലി ഗവൺമെന്റ് കോളേജസിലുണ്ട്. അതും 2 ഗവൺമെന്റ് കോളേജസിലാണ്, ഒരു ഗവൺമെന്റ് കോളേജിലാണ് ശരിക്കും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ളത്. അത് തവനൂരുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിലാണ്. അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഏകദേശം 9000 അടുത്താണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറി പോയിട്ടുള്ളത്. പിന്നെ AI ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. അതും ഇതേപോലെ MA കോളേജ് കോതമംഗലം ഗവൺമെന്റിലുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. BTech ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇവിടെ നോക്കുക. ഇവിടെ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ BTech ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് സെൽഫ് ഫിനാൻസിംഗിൽ മറ്റൊരു കോളേജിലുണ്ട് ചെങ്ങന്നൂര്. പിന്നെ എയറോനോട്ടിക്കൽ, ഓട്ടോമൊബൈൽ, ശ്രദ്ധിക്കുക, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം. ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതല്ലാണ്ടുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം ഉണ്ട്. പിന്നെ ബയോമെഡിക്കൽ ആൻഡ് ബയോടെക്നോളജി. ബയോമെഡിക്കൽ സെൽഫ് ഫിനാൻസിംഗ് ആണ്, ബയോടെക്നോളജിയും അത് തന്നെയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കോഴ്സുകളുണ്ട്. ഇഫ് യു ആർ ചൂസിങ് യു ഷുഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സിവിലാണ്, നമ്മുടെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്ന കേരളത്തിൽ ഒരുപാട് കോളേജസുകളുണ്ട്. അതിൽ തന്നെ ഗവൺമെന്റ് കോളേജസ് പ്രോമിനന്റ് ആയിട്ട് എല്ലാ ഗവൺമെന്റ് കോളേജസിലും സിവിൽ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞ N കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ N നിങ്ങൾ കണ്ടോ? ഈ N ആണ് ശരിക്കും നിങ്ങളുടെ കോസ്റ്റ് ഫിനാൻസ്, അതായത് ഗവൺമെന്റ് കൺട്രോളിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ N കാണിച്ചിരിക്കുന്ന കോളേജാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഇത്രയും കോളേജസിൽ ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡുകളിലെല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്ന കോളേജസ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, പിന്നെയും കമ്പ്യൂട്ടർ സയൻസ് വന്നു. ഒരു ഗവൺമെന്റ് കോളേജും ഉണ്ട്, അത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. കെമിക്കലും അതേപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഒരുപാട് കോളേജസിലേക്ക് ഓഫർ വരുന്ന കഴിഞ്ഞ പ്രാവശ്യം കുറെ കാലം മുമ്പ് വരെ കെമിക്കലിൽ അധികം കോളേജസ് ഇല്ലായിരുന്നു. പക്ഷെ കെമിക്കലിലും അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. അവിടെയും നിങ്ങൾ ഗവൺമെന്റ് കോളേജസ് മാക്സിമം നോക്കാൻ ശ്രമിക്കുക. ബാക്കി റാങ്കിങ് നോക്കുക. ബാക്കി നോക്കാൻ നേരത്തെ ഇവിടെ കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം, TKM കൊല്ലം, അതേപോലെ കോഴിക്കോടും പിന്നെ തൃശ്ശൂരുമാണ്. ആക്ച്വലി GEC ആണ് ഞാൻ പ്രിഫർ ചെയ്യുക കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇഫ് യു ആർ പർസ്യൂയിങ് ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ്, GEC ഇസ് എ വെരി ഗുഡ് കോളേജ്. TKM ഉണ്ട്, കോഴിക്കോടും ഉണ്ട്. പിന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്. നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റും അതേപോലെ സിംഗിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കണ്ടു. അതല്ലാണ്ട് സാധാരണ റെഗുലർ ആയിട്ട് എല്ലാവരും എടുക്കുന്ന കോഴ്സാണ് ശരിക്കും CSE എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അത് മാത്രമല്ല പല ടൈപ്പ് ഓഫ് കോഴ്സുകൾ ഇവിടെ നോക്കുക. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ AI ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അത് ഗവൺമെന്റ് കോളേജസിൽ ഇല്ല, സെൽഫ് ഫിനാൻസിംഗ് കോളേജസിൽ. SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് TVPM. SCT ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. KSRTC മാനേജ് ചെയ്യുന്ന ഒരു കോളേജാണ്, നല്ലൊരു ഓപ്ഷൻ ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇൻ ഡാറ്റ സയൻസ് ഇവിടെയും നോക്കുക. ഇവിടെയും MA കോളേജ് കോതമംഗലം ഗവൺമെന്റ് കോളേജാണ്. പിന്നെ സൈബർ സെക്യൂരിറ്റിക്ക് ഒരു സെൽഫ് ഫിനാൻസിംഗ് അല്ലാത്ത കോളേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റി അത്യാവശ്യം നിലനിൽക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് IT. നിങ്ങൾക്ക് അറിയാം, IT AI പോയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് CSE. അതുകൊണ്ട് തന്നെ CSEക്ക് ഇപ്രാവശ്യം ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും ഡിമാൻഡ് ഇപ്രാവശ്യം ഉള്ള കോളേജസിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ഇവിടെ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് കോളേജസിന്റെ ഒരു ഡാറ്റ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ വർഷത്തെ ഞാൻ EWSO അല്ലെങ്കിൽ OBCന്റെ ഡാറ്റാസ് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുക, ജനറൽ കാറ്റഗറിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി മുതൽ ഇവിടെ നോക്കുക, കണ്ണൂര്, കോട്ടയം, കോതമംഗലം, MA കോളേജ് കോതമംഗലം, അതേപോലെ NSS പാലക്കാട്, ശ്രീകൃഷ്ണപുരം, അതേപോലെ തൃശ്ശൂരിലെ GEC തൃശ്ശൂരിലെ റാങ്ക് നോക്കുക 530 ആണ്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം
283 ആണ് അവിടുത്തെ റാങ്ക്. അപ്പം 2000 താഴെ റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നവർക്കാണ് ശരിക്കും കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ശരിക്കും ഗവൺമെന്റ് കോളേജസ് മാത്രമല്ല, നമ്മുടെ കോസ്റ്റ് ഷെയറിംഗ് കോളേജസും ഉണ്ട് ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്ന ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 1169 ആണ്, ബിക്കോസ് ബിലോ 2000 ആണ്. അതായത് ഒരു പ്രോപ്പർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അതേ റാങ്കിങ് ക്രൈറ്റീരിയ തന്നെയാണ് ശരിക്കും ഇവിടെ നമ്മുടെ കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും ഉള്ളത്. അത് ശ്രദ്ധിക്കുക. പക്ഷെ എന്നാലും സെക്കൻഡ് അലോട്ട്മെന്റിൽ പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴയാണ് CS-ന് നല്ല. ബാക്കി കോളേജസും ഉണ്ട്, നല്ലതാണ്. ഞാൻ അത് പറയുന്നതല്ല, ബേസ്ഡ് ഓൺ റാങ്ക് തന്നെയാണ് പറയുന്നത്. ചെങ്ങന്നൂർ ആലപ്പുഴ 5515 ആണ്. 5K ആ ഒരു റേഞ്ചിൽ വന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടും. ഇതൊക്കെ മാറുന്നതനുസരിച്ച് മാറും. അപ്പൊ ഇതേ ഡാറ്റ തന്നെ അടുത്ത ഈ വർഷം വരണം എന്നില്ല, എന്നാലും ക്ലോസ് ടു അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ആപ്ലിക്കൻസിന് എണ്ണം അതേപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ഉള്ളത് കൊണ്ട് തന്നെ ക്ലോസ് ടു ഈ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാം, മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാം. സോ മറ്റൊന്ന് ഞാനിപ്പോ പറഞ്ഞ പോലെ ഇപ്പം ചെങ്ങന്നൂർ ആലപ്പുഴയുണ്ട്. എന്നിൽ വരുന്ന കുറെ കോളേജസ് ഉണ്ട്. എന്നിൽ വരുന്ന കോളേജസിൽ മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആണ് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. നേരത്തെ പറഞ്ഞ പോലെ SCT KSRTC കൺട്രോൾ ചെയ്യുന്ന ട്രിവാൻഡ്രത്തെ കോളേജാണ്. അവിടുത്തെ റാങ്ക് 2628 ആണ്. അപ്പൊ അതൊക്കെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നല്ലതാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ CS-നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരുപാട് പേര് CS-നെ കുറിച്ച് അന്വേഷിക്കുന്നതുകൊണ്ടാണ്. LBS ഈസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ സെൽഫ് ഫിനാൻസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റ പരിശോധിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ രാജഗിരി കാണാം, പിന്നെ ഫിസാറ്റ് കാണാം. അതൊക്കെ 7000-ലാണ് ശരിക്കും കയറി വന്നിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ രാജഗിരി കാണിച്ചാൽ രാജഗിരി 3585-ലാണ് ശരിക്കും ഫൈനൽ റാങ്ക് CS-ൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറിയിട്ടുള്ളത്. മാറാം, കാറ്റഗറി അനുസരിച്ച് മാറുന്നുണ്ട് ഇവിടെയും. എന്നാലും അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് റാങ്ക് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് യു ആർ ചൂസിങ് എ കോളേജ്, ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ആ കോളേജിന്റെ പെർഫോമൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കോളേജിലെ ഇത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതേപോലെ ഇഫ് യു ആർ പ്രോപ്പർലി ഒരു കോളേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുക, കൂടുതലെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള സീനിയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരോട് ചോദിക്കുക. ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം കിട്ടുന്നവരോട് ചോദിക്കുക. അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പം എഞ്ചിനീയറിംഗ് ആണ്, സപ്ലൈ ആണ്, അങ്ങനെ കുറെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാണ്ട് ജെന്യുവിൻ ആയിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടുന്ന ആൾക്കാരോട് കോളേജിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പറയാൻ കാരണം അത്യാവശ്യം ഒരുപാട് കോളേജസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ബേസ്ഡ് ഓൺ കോളേജ് പെർഫോം അല്ലെങ്കിൽ ആ കോളേജിന്റെ നിങ്ങളുടെ ആ ഒരു ഇതും കൂടെ നോക്കിയിട്ട് വേണം, നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും കൂടെ നോക്കിയിട്ട് വേണം ഒരു കോളേജ് പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ കണ്ടോ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ AI ഉണ്ട്, പിന്നെ ബിസിനസ് സിസ്റ്റം ഉണ്ട്. പിന്നെയാണ് സിവിലിലേക്ക് വരുന്നത്. സിവിലും ഇതേപോലെ തന്നെ സിവിലില് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗും സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അപ്പം ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കോളേജിന്റെ പെർഫോമൻസ്, കോളേജിന്റെ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ സൈബർ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഒരു കോഴ്സാണ്. അത് ശരിക്കും ശ്രദ്ധിച്ചോണേ. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബയോമെഡിക്കൽ, ഇപ്പൊ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഡെവലപ്മെന്റും അതിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡ് തന്നെയാണ്. അപ്പൊ ഇത് ആക്ച്വലി ദിസ് ഇസ് എ ഗുഡ് കോഴ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബോത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഫീൽഡ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. മോഡലിലുണ്ടത് ശരിക്കും, മോഡലിലും. പിന്നെയാണ് CS കഴിഞ്ഞ് പിന്നെ ചോദിച്ചു കേട്ടിട്ടുള്ളതാണെന്ന് ECE എന്ന് പറയും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതും അത്യാവശ്യം ഗവൺമെന്റ് കോളേജസിലും ദാറ്റ് ഈസ് നമ്മുടെ എല്ലാ കോളേജസിലും, ഇവിടെ ഉള്ള മിക്ക കോളേജസിലും ECE എന്ന കോഴ്സും അവൈലബിൾ ആണ്. ECE പോലെ തന്നെയാണ് ശരിക്കും ട്രിപ്പിളിയും ഇതേപോലെ അത്യാവശ്യം എല്ലാ കോളേജസിലും ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണ് സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമുക്ക് അതിനെക്കുറിച്ച് പറ്റുമെങ്കിൽ ഓരോ കോഴ്സുകളെ കുറിച്ചുള്ള പ്രത്യേക ഡീറ്റെയിൽ അനുസരിച്ച് ചെയ്യാം. പക്ഷെ എന്നാലും കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നൊന്നാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജിയിൽ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇവിടെ നോക്കുക, 2 ഗവൺമെന്റ് കോളേജസ് ആണ് സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഫസ്റ്റ് ഫുഡ് ടെക്നോളജി Gയിൽ കാറ്റഗറിയിൽ വരുന്നതാണ് 2 കോളേജ്, CDTയും COUയും. IT ഉണ്ട്,
പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ അതും ഇതേപോലെ ബേസിക് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോളേജസ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ വരുന്നത് പല ടൈപ്പ് ഓഫ് ആണ്. മെക്കട്രോണിക്സ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു GEC തൃശ്ശൂരാണ്. GEC തൃശ്ശൂരാണ്. പോളിമർ എഞ്ചിനീയറിംഗ്, പ്രിന്റിംഗ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, നേവൽ ആർക്ക് ആൻഡ് ബിൽഡ് ഷിപ്പിംഗ്, ആർക്കിടെക്ചർ നാട്ടയാണ് കേട്ടോ. ഇവിടെ ഗവൺമെന്റ് ആയിട്ട് RIT-യിലും അതേപോലെ GEC-യിലും TKM-ലും CET-യിലുമാണ് ഗവൺമെന്റ് കോളേജസിൽ ഇതുള്ളത്. ബാക്കി കോളേജസിന്റെ ലിസ്റ്റിനകത്ത് ഉണ്ട്. അപ്പം എല്ലാ കോഴ്സുകളും നോക്കുമ്പോൾ കോഴ്സുകളെടുത്ത് കൺഫ്യൂഷൻ ആവണമെന്നല്ല. നിങ്ങൾ ഒരു അലോട്ട്മെന്റിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോളേജസ് ചൂസ് ചെയ്യുക. അതേപോലെ കോഴ്സസും എടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഒരു റാങ്കിന്റെ ബേസിലും അതേപോലെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇതും എല്ലാം അതൊക്കെ നോക്കിയിട്ട് വേണം അത്യാവശ്യം. ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അലോട്ട്മെന്റ് വരുമ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ റാങ്കും അതേപോലെ കോളേജസിന്റെ റാങ്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് റാങ്ക് റേഞ്ചും കമ്പയർ ചെയ്തിട്ടുള്ള നമുക്ക് വീഡിയോസ് ചെയ്യാം. ഇഫ് യു ഇൻട്രസ്റ്റഡ് പ്ലീസ് കമന്റ് ബിലോ. യെസ്, ഓക്കെ. എല്ലാവർക്കും താങ്ക് യു. വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് കാണാം.